പ്രണാമം. ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ്. ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും റെക്കി ഹീലിംഗ് മാസ്റ്ററും ജ്യോതിഷിയും പെൻഡുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ്. ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു. നാമജ്യോതിഷം, സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം. ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു. ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട്. കൂടാതെ അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു. ചില അസ്വസ്ഥതകൾക്ക് മർമ്മ ചികിത്സയും ചെയ്തുവരുന്നു. മർമ്മ ക്ലാസുകൾ, യോഗാസനങ്ങൾ, സൂര്യ നമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു. ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും, കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട്. അവ പലതും പ്രസിദ്ധങ്ങളുമാണ്. അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡ്കാസ്റ്റ് പ്രക്ഷേപണം ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും. തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക. നന്ദി. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ വിഷയം നമുക്ക് വേദനകളെ കുറിച്ചാണ് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വേദനകൾ ഇല്ലാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നതായിരിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് തുടങ്ങിയുള്ള പല ഘടകങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ വേദനകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള പ്രോട്ടീനുകളുടെ പ്രബലമായിട്ടുള്ള സ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസ് കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ മിനറൽസ്, സോഡിയം, മാഗ്നീഷ്യം അതുപോലുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം കുറഞ്ഞിരിക്കും. അപ്പോൾ ഇവ മൂലമാണ് നമുക്ക് വേദനകൾ അനുഭവപ്പെടാനായിട്ടുള്ള കാരണം. നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വരാനുള്ള കാരണം മുട്ടയോ അതുപോലെ തന്നെയുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അധികം കഴിക്കുന്നത് കൊണ്ടായിരിക്കാം. പ്രോട്ടീൻ വർദ്ധിക്കുമ്പോൾ നമ്മുടെ വൈറ്റമിൻസും മാഗ്നീഷ്യവും സോഡിയം അതുപോലുള്ള മറ്റുള്ള സംഗതികളും വളരെയധികം കുറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിഫിഷ്യൻസി ഉണ്ടാകുന്നു. ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ വേദനകൾ അനുഭവപ്പെടാൻ സാധിക്കുന്നു. അപ്പോൾ ഈ വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ പ്രോട്ടീൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അത്യാവശ്യം. പ്രോട്ടീൻ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ വൈറ്റമിൻ ഡിഫിഷ്യൻസിക്കുള്ള ടാബ്ലറ്റുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങി കഴിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. വേദനകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അസഹ്യമാണ്. പക്ഷെ വായുമുദ്ര എന്ന് പറയുന്ന സംഗതികൾ, വായുമുദ്രയെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് വായുമുദ്ര. ഇങ്ങനെ തള്ളവിരലിൻ്റെ ബേസിൽ വെച്ചിട്ട് വായുമുദ്ര നമ്മൾ ചെയ്യുക. ബാക്കി വിരലുകളെല്ലാം നിവർത്തി പിടിക്കുക. അതേസമയം എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് ഇവിടെ ഒരു വാതനാടി എന്ന് പറയുന്ന ഒരു നാടിയുണ്ട്. അപ്പം നമ്മളിവിടെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1 2 3 1 2 3 1 2 3 എന്ന രീതിയിലാണ് നമ്മൾ ഈ വായുമുദ്ര അഭ്യസിക്കേണ്ടത്. വിറ്റമിൻ ഡിഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ധാതുക്കൾ കുറയുന്ന സമയത്ത് പൃഥ്വിമുദ്രയാണ് നമുക്ക് വേണ്ടത്.
അതായത് അത് ബാലൻസ് ചെയ്യാനായിട്ട് കൃത്യമുദ്ര എന്ന് പറയുന്നെങ്കിൽ ഇതാണ് കൃത്യമുദ്ര. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഇത് പിടിച്ചിരുന്നെങ്കിൽ കൃത്യമുദ്രയായി. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. വായുമുദ്ര ചുരുങ്ങിയത് ഒരു 45 മിനിറ്റെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണ് വേദനയ്ക്ക് കുറവ് സംഭവിക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേദനയ്ക്ക് ആശ്വാസമുണ്ടാകും. താൽക്കാലികമാണ്. പക്ഷേ പ്രോട്ടീൻസ് നമ്മൾ കുറയ്ക്കുകയും അതേ സമയത്ത് നമ്മൾ വൈറ്റമിൻ ഡിഫിഷ്യൻസി നികർത്തുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് വേദന പരിപൂർണമായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വേദന സംഹാരി ഗുളികകൾ കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സംഗതികൾ കൊണ്ടോ നമ്മുടെ വേദന അസുഖങ്ങൾ മാറാൻ കഴിയുകയില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ വേദനയ്ക്ക് ആശ്വാസം തരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള വ്യായാമം വേണം, ശരിയായിട്ടുള്ള ഉറക്കം വേണം, ശരിയായിട്ടുള്ള ഭക്ഷണ രീതി വേണം, ബാലൻസ്ഡ് ആയിരിക്കണം എല്ലാ സംഗതികളും. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുകയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യവും സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കുറേ സമ്പത്തും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ട് സമ്പത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് വേദനകൾ മാത്രമാണ് ദുരിതം എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ പലരോടും ഈ മുദ്രകൾ 3/4 മണിക്കൂറെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ പലരും വിമുഖത കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റുള്ള സമയം. പക്ഷേ ഈ വേദന ശാരീരികവും വേദന ഉണ്ടാവും, മാനസികമായിട്ടുള്ള വേദന ഉണ്ടാവും. അപ്പോൾ മാനസികമായുള്ള വേദനയ്ക്ക് നമ്മുടെ പിരിമുറുക്കങ്ങളുണ്ട്. ഈ മാനസികമായുള്ള വേദനയ്ക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ധ്യാൻമുദ്രയാണ്. ഇതാണ്. ഇത് മലർത്തി പിടിക്കുക. ഇത് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത് ധ്യാൻമുദ്ര. അപ്പോൾ ഇതാണ് ധ്യാൻമുദ്ര. ധ്യാൻമുദ്ര പിടിച്ചാൽ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ, ടെൻഷൻ, ഉറക്കക്കുറവ് എന്നിവയെല്ലാം പരിഹരിക്കണം. നമ്മളിത് താഴ്ത്തി കമഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ ചിന്മുദ്രയായിട്ട് മാറും. അപ്പോൾ ചിന്മുദ്രയാകുമ്പോൾ നമ്മുടെ എക്സസ്സുള്ള എനർജിയെ എർത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള എനർജി സ്വീകരിക്കുന്നതിനാണ് നമ്മൾ കയ്യെ തുടകളിന്മേൽ മലർത്തി പിടിക്കുവാനായിട്ട് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ, ഒരു മുദ്ര തെറാപ്പിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം പലപ്പോഴും കോമ്പിനേഷൻ മുദ്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ മുദ്രകൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ ഞാൻ ഇതിന് തന്നെ ഒന്നിൽ കൂടുതൽ മുദ്രകളുടെ പറഞ്ഞു. അപ്പോൾ വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നത് വായുമുദ്ര എന്ന് പറയുന്ന സംഗതിയാണ് എന്നുണ്ടെങ്കിലും, വായുമുദ്ര ഇതാണ്. ഈ വായുമുദ്ര നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും എന്നുണ്ടെങ്കിലും, പക്ഷെ അതിൻ്റെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കൃത്യമുദ്ര പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ കോമ്പിനേഷൻ മുദ്രകളുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ശരീരം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് വയറിളക്കാൻ തരുമായിരുന്നു പണ്ടത്തെ വൈദ്യന്മാർ. അപ്പോൾ നമ്മുടെ ശരീരം ഇടയ്ക്ക് വയറിളക്കി കളയുമായിരുന്നു. എങ്ങനെ? വണക്കെണ്ണ എന്ന ഒരു ചെറിയൊരു ഔഷധം ഉപയോഗിച്ചുകൊണ്ടാണ് വയറിളക്കി കളഞ്ഞത്. അപ്പോൾ അത് ശുദ്ധമായി നമ്മുടെ വയറ് ശുദ്ധമായി തരും. പക്ഷേ നമ്മുടെ മനസ്സ് അപ്പോഴും ശുദ്ധമായി തരികയില്ല. അപ്പം നമ്മുടെ മനസ്സും വയറും എല്ലാം ശുദ്ധമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ എന്ത് ചെയ്യണം? മുദ്രകൾ ഉപയോഗിക്കണം. അത് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രാൺമുദ്ര, വ്യാൻമുദ്ര, അപാൻമുദ്ര, ഇതൊക്കെയാണ് ശരീരം ക്ലൻസിങ്ങിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുദ്രകൾ. അപ്പോൾ ഇതും ഈ കൂട്ടത്തിൽ പരിശീലിക്കേണ്ടതാണ്. നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ ഒരിക്കലും മാറിപ്പോവുകയില്ല. നമുക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് മുദ്ര പിടിക്കുന്ന വേണം. 1-1.5 മണിക്കൂർ നമ്മൾ 10 മിനിറ്റ് വീതം, ഒന്നിൽ കൂടുതൽ മുദ്രകളുണ്ടെങ്കിൽ നമ്മൾ 10 മിനിറ്റ് വീതം പിടിക്കേണ്ടത്. 2 നേരം വെച്ച് മുദ്രകൾ ചെയ്യേണ്ടതാണ്. അതല്ല ഒറ്റ മുദ്രയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 3/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും പിടിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് എന്തുണ്ടാവുള്ളൂ? പരിപൂർണ ഫലം ലഭിക്കുകയുള്ളൂ. അല്ലാതെ കൊണ്ട് നമ്മൾ ഇരുന്നിട്ട് മുദ്ര തെറാപ്പിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങളും കാര്യങ്ങളുമായിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കൺസൾട്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ പറയുകയും ചെയ്യാം. കോൾ ചെയ്യേണ്ട നമ്പറാണ് 924 999 3028. അടുത്ത നമ്പർ വാട്സപ്പ് നമ്പറാണ്. അത് 8281652944 എന്നാണ്. അപ്പോൾ രണ്ടും ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിലും പറയുന്നത് നിങ്ങൾക്ക് വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. വാട്സപ്പ് നമ്പർ വാട്സപ്പിനായിട്ട് ഉപയോഗിക്കുക, കോൾ ചെയ്യാനായിട്ട് കോൾ നമ്പർ ഉപയോഗിക്കുക.
എന്നാണ് ഞാൻ ഇവിടെ നിങ്ങളോട് വ്യക്തമാക്കി തരുന്നത്. നിങ്ങൾ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. കൺസൾട്ടേഷന് നിങ്ങൾ വരികയാണെങ്കിൽ മാത്രമാണ് ചെയ്യുക. നിങ്ങൾക്കാണ് ആവശ്യം, എനിക്കല്ല ആവശ്യം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് നിങ്ങൾ എന്നെ കൺസൾട്ട് ചെയ്യുക. എന്നെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും വേറെ മുദ്ര തെറാപ്പിസ്റ്റുകളെ കണ്ടാലും മതി. നിങ്ങൾക്ക് വേണ്ടതായുള്ള കാര്യങ്ങളെല്ലാം അവർ നിർദ്ദേശിച്ചു തരുന്നതാണ്. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, വിനീത നമസ്കാരം. പൂപ്പുകായി. If you like this video, subscribe it and share it. Thank you.